ഹായ് ഹലോ വാച്ചിങ് ശ്രീരാഗ് ഗണപതി നട ഇന്ത്യ ബൈക്ക് 3D റിയൽ ലൈഫ് സീരീസുമായിട്ടാണ് എത്തിയേക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി കളക്ഷൻ. കഴിഞ്ഞ വീഡിയോയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ബൈക്കിൽ പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഭാര്യ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, കാലിന് ചെറിയ സ്പാച്ചറേ ഉള്ളൂ. ഇന്ന് എന്തായാലും ഡിസ്ചാർജ് ചെയ്യാൻ പോകണം കേട്ടോ. നമുക്കവളെ വിളിച്ചുകൊണ്ട് വരാം കേട്ടോ. നമ്മുടെ പഴയ വണ്ടീസൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പല എടുത്തായിട്ട് കിടന്നതായിരുന്നു കേട്ടാ. നമ്മളതെല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇന്ന് എന്തായാലും നമ്മുടെ മസ്ത എടുത്ത് പോയേക്കാം. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ മസ്തായി കയറുവാണ് കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം മസ്തയാണ് ഗൈസ്. അടിപൊളി മസ്തയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാറാണ് കേട്ടോ. നമ്മൾ ഇതെടുത്ത് നേരെ കത്തിച്ച് വിടാണ് കേട്ടോ, നമ്മുടെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാ. നമുക്ക് നേരെ നമ്മൾ നേരെ നമ്മുടെ മസ്ത എടുത്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകണം കേട്ടോ. ഹോസ്പിറ്റൽ ഇവിടെ ജസ്റ്റ് അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പോകട്ടോ. ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ വെറും 10 ലൈക്ക് ടാർഗറ്റാണ്. എല്ലാവരും 10 ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഹോസ്പിറ്റൽ ഗൈസ്. നമുക്കിനി ഇതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി നമ്മുടെ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് വരാം ഗൈസ്. എന്തായാലും ഞാൻ നേരെ നമ്മുടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ ആംബുലൻസൊക്കെ കിടപ്പുണ്ട് ഹോസ്പിറ്റലിലെ. എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യേണ്ട പരിപാടിയിലേക്ക് പോവാം. നമുക്കകത്ത് പോയി വൈഫിനെ വിളിക്കാം. അങ്ങനെ നമ്മുടെ വൈഫ് ഇതാ വന്നിട്ടുണ്ട്. വൈഫിൻ്റെ വീട്ടുകാരൊക്കെ ഇന്നലെ തന്നെ തിരിച്ചു പോട്ടാ. എനിക്ക് കാലിന് ചെറിയ വേദനയുണ്ട്, എന്നാലും നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നും പറ്റാഞ്ഞ ദൈവഭാഗ്യോടി, അങ്ങനെ കരുതിയാ മതി കേട്ടാ. അതെ അതെ, ശിവശംഭു എന്തായാലും കാത്ത്. ഞാൻ നമ്മുടെ മസ്തയിലാട്ടോ വന്നേക്കുന്ന കേട്ടാ, മസ്താൻ സിറ്റിയില്. ചേട്ടാ, എനിക്ക് എന്റെ ബൈക്ക് എടുക്കണം. എന്റെ വീട്ടിൽ ഇരിക്കുക ബൈക്ക്, എനിക്ക് വേണം ആ ബൈക്ക്. ആ ബൈക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. മസ്ത ഇവിടെ ഇട്ടേക്കാം കേട്ടാ. മസ്ത പിന്നെ നമുക്ക് വരുമ്പോൾ എപ്പോഴെങ്കിലും എടുക്കാം കേട്ടാ. മസ്ത ആ കയറിടി വണ്ടിക്കകത്ത്. എന്താടി കയറാതിങ്ങനെ ജാട അടിച്ചിരിക്കുന്നത്? എനിക്ക് കാലിന് വേദനയായോണ്ട് ബൈക്കിലേക്ക് കാല് പൊക്കി വെക്കാൻ പറ്റുന്നില്ല ചേട്ടാ. ഞാൻ ഇപ്പൊ ശ്രമിച്ചിട്ട് കേറാട്ടോ. ഇപ്പൊ തന്നെ കേറാട്ടോ. കാലിന് വേദന എടുത്തോട്ടോ. എടി 2 ദിവസം പ്ലാസ്റ്റർ ഇടണമെന്നാ പറഞ്ഞേക്കുന്ന ഡോക്ടർ കേട്ടോ. നീ എന്തായാലും ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യട്ടാ ഗൈസ്. നമ്മൾ നേരെ പോവാണ് കേട്ടാ. നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയി ഇവിടെ ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. ഇവിടെ ഒന്ന് ഇറക്കി കൊടുത്തേക്കാം. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് നേരെ നമ്മുടെ ബൈക്ക് ഓടിച്ച് പോവാണ് കേട്ടോ ഗൈസ്. നമ്മുടെ വീട് എയർപോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് കയറാം. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിലോട്ട് കയറുന്നുണ്ട്. നമ്മുടെ എല്ലാ വണ്ടിയും ഇവിടെ സെറ്റായിട്ട് കിടപ്പുണ്ട് ഗൈസ്. നമ്മുടെ ഈ ബൈക്ക് സൈഡിലായിട്ട് അങ്ങ് പാർക്ക് ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ ബൈക്ക് സൈഡിലായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. എടി നീ ഇറങ്ങിക്കോട്ടോ. നീ അകത്തോട്ടൊന്നും വരുന്നില്ല. എനിക്ക് കുറച്ച് ചായ വേണമായിരുന്നുടി, ഒന്ന് ഇട്ട് തരുമോടി? ചേട്ടാ, ഞാൻ കുറച്ചു നേരം ഒന്ന് ശുദ്ധവായു കൊള്ളട്ടെ. ഇന്നലെ ഹോസ്പിറ്റലിൽ കിടന്ന് ശുദ്ധവായു ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടതാ. ശരിയടി, ഇവിടെ ഇക്കിടി, ഞാൻ തന്നെ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാം കേട്ടോടി. നീ ഇവിടെ ഇന്നോട്ടാ. ഞാൻ പോയി അകത്ത് പോയി ഇച്ചിരി പുഷപ്പൊക്കെ അടിച്ചിട്ട് വരാട്ടാ ഗൈസ്. നമുക്ക് നേരെ പോയി പുഷപ്പൊക്കെ അടിക്കട്ടാ. അവൾക്ക് വയ്യാന്നാണ് പറഞ്ഞ് ചായ ഇടാന്നു. നമുക്ക് എന്തായാലും പോയി ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് വരാം. എന്നിട്ട് അമ്മക്ക് തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാട്ടാ. എന്നാലും ഞാൻ നേരെ മുകളിലോട്ട് പോകണട്ടാ ഗൈസ്. അങ്ങനെ ഞാൻ നേരെ നടന്ന് മുകളിലോട്ട് പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഏകദേശം നമ്മുടെ ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം പുഷപ്പൊക്കെ അടിച്ചിരിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുഷപ്പൊക്കെ അടിച്ചിരുന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടാ ഗൈസ്. നമ്മളെ ആരും വിളിക്കുന്നല്ലോ. ഹലോ, ആരാണ് വിളിക്കുന്നത്? ലെമാറെ വിളിച്ചത്. ഒരു ഉത്തമ ജോലി കിട്ടിയിട്ടുണ്ട്, നീ ഇങ്ങോട്ട് വാ എന്റെ സ്ഥലത്തോ. ലെമാറ് പറഞ്ഞു വെച്ച ഒരു ജോബ് സെറ്റാക്കിയിട്ടാന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നേരെ പോട്ടാ. ലെമാറ് എൻ്റെ സുഹൃത്ത് ഫ്രാങ്ക്ലിൻ്റെ ഒരു സുഹൃത്താണ് കേട്ടാ. സുഹൃത്തിൻ്റെ സുഹൃത്ത് അങ്ങനെ പറയും കേട്ടാ ഗൈസ്. നമുക്ക് പോട്ടെ. നീ വരുന്നോട്ടാ. നീ വരുന്നുണ്ടോ കേട്ടാ? നീ വരുന്നോ?
ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോ തന്നെ വയ്യ, ഇനി ബൈക്കിൽ പോകണം. എനിക്കൊന്നും നമ്മുടെ വൈഫിന് വരാൻ വയ്യാന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് തന്നെ പോയേക്കട്ടാ. നമ്മൾ നേരെ നമ്മുടെ ലെമാറിൻ്റെ ലൊക്കേഷനിലോട്ട് പോകണം കേട്ടോ ഗെയ്സ്. ലെമാർ ഇവിടെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ നിൽക്കാന്നാണ് പറഞ്ഞത്. എന്താണ് ഞാൻ നേരെ നമ്മുടെ നിഞ്ച ബൈക്കെടുത്ത് പോവാണ്. അങ്ങനെ നമ്മൾ നേരെ പോവാണ്. ഇവിടെ ട്രാഫിക്കൊക്കെ കുറവായിന്ന്, എന്നും മുടിഞ്ഞ ട്രാഫിക്കായിരിക്കും ഇവിടെയൊക്കെ. ഇപ്പോൾ എന്തായാലും ട്രാഫിക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ ലെമാർ നിൽക്കുന്ന ലൊക്കേഷനിലോട്ട് പോയേക്കാം. ലെമാർ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ് നിൽക്കാമെന്നാണ് പറഞ്ഞത്. ഇതാണ് ആ ബിൽഡിങ്. എന്തായാലും നേരെ നമുക്ക് ഇവിടെ ആയിട്ട് ഇറങ്ങാട്ടോ. അങ്ങനെ ഏകദേശം ഇറങ്ങുന്നുണ്ട് കേട്ടോ ഗെയ്സ്. നമുക്ക് നേരെ പോയി ലെമാറിനെ കണ്ടേക്കാം ഗെയ്സ്. നമുക്ക് നേരെ പോയി ലെമാറിനെ കാണട്ടോ. ലെമാർ പറഞ്ഞു വെച്ചാൽ ഡ്രഗ് ഡീലാണെന്നാണ് പറഞ്ഞത്. ഇത് കംപ്ലീറ്റ് ചെയ്ത ഒരു 24 മില്യൺ റുപ്പി കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് വെച്ച് നമുക്കൊരു കാർ ഷോറൂം തുടങ്ങാമെന്നാണ് ലെമാർ പറഞ്ഞേട്ടാ. എന്തായാലും ഈ ജോബ് ഞാൻ 1 ടൈമേ ചെയ്യുന്നുള്ളൂ. ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ ജോബ് ഞാൻ ചെയ്യില്ല. എനിക്ക് കാർ ഷോറൂം സെറ്റാക്കാൻ വേണ്ടിയാണ് ഗെയ്സ്. എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ, അതാണ് ചെയ്തത്. വൈഫിൻ്റെ അച്ഛനോട് ചോദിക്കാമെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ നാണക്കേടൊക്കെ ഉണ്ട് ഗെയ്സ്. അവർ വല്ലതും വിചാരിച്ചാലോ. എന്തായാലും ഞാൻ നേരെ പോകണം കേട്ടോ ഗെയ്സ് ഡ്രഗും കൊണ്ട്. ഇത് മെത്താണ് കേട്ടോ, നമുക്ക് ഡെലിവറി ചെയ്യണം മെത്ത്. എന്തായാലും ഞാൻ നേരെ ഡെലിവറി ചെയ്യാൻ പോകണം കേട്ടോ നമ്മുടെ മെത്ത്. ഞാൻ എന്തായാലും കൊണ്ടുപോകണം കേട്ടോ ഡെലിവറി ചെയ്യാൻ വേണ്ടി കേസ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഡെലിവറി ചെയ്യേണ്ടത്. ഡെലിവറി ചെയ്യേണ്ട ബയ്യാർമാർ നിൽക്കുന്ന ബയ്യാർമാരെ ഞാൻ മെത്താ കൊണ്ടുവന്നേക്കുന്നത്. ഇന്നാ എടുത്തോട്ടാ. മെത്തല്ലേ എടാ, സൂക്ഷിക്കണേ. പോലീസൊക്കെ ചിലപ്പോ നീ തിരിച്ചു പോകുമ്പോ വരാൻ സാധ്യതയുണ്ട്. ഒക്കെ ഞാൻ സൂക്ഷിക്കാം. $20 മില്യൺ അങ്ങനെ നമ്മുടെ $20 മില്യൺ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട് ഗെയ്സ്. ഇനി എന്തായാലും നേരെ നമുക്ക് പോവാട്ടാ ഗെയ്സ്. ഇവർ പറഞ്ഞു വെച്ചാൽ പോലീസൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടാ. എന്തായാലും കുഴപ്പമില്ല ഗെയ്സ്, നമുക്ക് നേരെ പോകണം കേട്ടോ ഗെയ്സ്. നമ്മൾ നേരെ പോകണം കേട്ടാ. നമുക്ക് ഇവിടുന്ന് പോകട്ടാ. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടാ ഗെയ്സ് പോലീസുകാരന്മാർ വരാൻ തുടങ്ങി ഗെയ്സ്. ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ കേട്ടോ ഗെയ്സ്. പോലീസുകാരന്മാർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ്. നമ്മൾ ട്രക്ക് ഡീലിന് പോയവർ അറിഞ്ഞിട്ടുണ്ട് ഗെയ്സ്. ഇനി എന്തായാലും എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഇട്ടേ പറ്റത്തുള്ളൂ ഗെയ്സ്. നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഇടാട്ടാ. നമുക്ക് നേരെ എസ്കേപ്പ് ഇടാം. ലെമാർ ഒരു ലൊക്കേഷനിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ലൊക്കേഷനിലോട്ടൊന്ന് പോവാട്ടാ. ഇവിടെ അടുത്തുള്ള ഒരു കാർ ഷോറൂമിലാണ് ചെല്ലാൻ പറഞ്ഞേട്ടാ. നമുക്ക് അങ്ങോട്ട് പോകട്ടാ. നമ്മൾ നേരെ പോകണട്ടെ ഗെയ്സ് നമ്മുടെ വണ്ടിയും കൊണ്ട്. നമുക്ക് നേരെ നമ്മുടെ സിമിയോണിയുടെ ഗാരേജിലോട്ട് അങ്ങ് പോയേട്ടാ ഗെയ്സ്. ഞാനാണെങ്കിൽ നേരെ നമ്മുടെ സിമിയോണിയുടെ ഗാരേജിലോട്ട് പോകണട്ടെ ഗെയ്സ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് സിമിയോണിയുടെ ഗാരേജ്. നമുക്ക് എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ ഗെയ്സ്. നമുക്ക് സ്റ്റണ്ട് അടിക്കാം. ഡൂ മച്ചാനേ ഡൂ മച്ചാനേ ഡു 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 ഡൂ മച്ചാനേ ഡു 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 ഗെയ്സ്. അങ്ങനെ ഞാൻ ഏകദേശം സ്റ്റണ്ട് അടിച്ച് ചാടുന്നുണ്ട്. ഓഹോ ഹോ ഹോ ഗെയ്സ്. അങ്ങനെ സ്റ്റണ്ട് ജമ്പ് പാസ്ഡ് ആയിട്ടുണ്ട്. അമ്മച്ചി തഴിച്ചു ഗെയ്സിന് പോകാം ഗെയ്സ്. പോലീസുകാരന്മാർ പുറവിന് തന്നെ ചേസ് ചെയ്യുന്നുണ്ട്. എന്തായാലും വേഗത്തിൽ തന്നെ പോകണം കേട്ടോ ഗെയ്സ്. വേഗത്തിൽ തന്നെ പോകാൻ പോലീസുകാരന്മാർ ചേസ് ചെയ്യുന്നുണ്ട്. അമ്മച്ചി ചേസ് ചെയ്യുന്നുണ്ട് പോലീസുകാരന്മാർ. അമ്മച്ചിയോ പടച്ചോണേ ഗെയ്സ്. നമുക്ക് നേരെ പോട്ടാ. നമ്മൾ നേരെ ഏകദേശം സിമിയോണിയുടെ ഷോറൂം കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ സിമിയോണിയുടെ ഷോറൂമിലോട്ട് അങ്ങ് പോയേട്ടാ. നമ്മൾ നേരെ നമ്മുടെ സിമിയോണിയുടെ ഷോറൂമിലോട്ട് പോകണം കേട്ടോ ഗെയ്സ്. നമുക്ക് നേരെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തൂടെ തന്നെ പോയേക്കട്ടാ. ഇവിടെ ബൈക്കിന് പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, പോലീസുകാരന്മാർ വരത്തില്ല. നമുക്ക് നേരെ ഇതിൻ്റെ മേളിലോട്ട് ചുറ്റി അങ്ങ് പോവാം. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വണ്ടി എടുത്ത് ചുറ്റി പോവുകയാണ്. അങ്ങനെ ഏകദേശം വണ്ടി ചുറ്റി നേരെ മുകളിലോട്ട് പോകണട്ടെ ഗെയ്സ്. നമ്മൾ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട് കേട്ടാ. നമുക്ക് എന്തായാലും നേരെ മുകളിലോട്ട് പെട്ടാ ഗെയ്സ്. അങ്ങനെ ഏകദേശം മുകളിൽ ടോപ്പിലെത്തിയിട്ടുണ്ട് ഗെയ്സ്. ഇനി എന്തായാലും പരിപാടി ഇട്ടാ ഗെയ്സ്. നമുക്കിവിടെ കുറച്ച് നേരം ഹൈഡ് എടുത്ത് നിൽക്കാട്ടാ. നമുക്ക് കുറച്ച് നേരം ഹൈഡ് എടുത്ത് നിൽക്കുമ്പോഴത്തേക്കട്ടാ പോലീസൊക്കെ അങ്ങ് പോയി കിട്ടും ഗെയ്സ്. നമുക്കിവിടെ ആയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ കുറച്ച് മിനിറ്റൊക്കെ ഗെയ്സ്. എങ്ങനെ കുറച്ച് മിനിറ്റ് പോകുമെന്ന് എനിക്കറിയത്തില്ല ഗെയ്സ്. കുറച്ച് നേരം ഇവിടെ നിൽക്കാം ഗെയ്സ്. കുറച്ച് നേരം ഇവിടെ നിന്നേക്കാം ഗെയ്സ്. ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ ഗെയ്സ്. പോലീസ് പോയി കാണൂ ഗെയ്സ്. എന്തായാലും ബൈക്ക് എടുത്തേക്കാം. പോലീസ് പോയെന്നാണ് തോന്നുന്നത്. എന്തായാലും നേരെ പോയേക്കാട്ടാ.
നമ്മൾ നേരെ പോകണം കേട്ടോ ഗൈസ്. നേരെ നമുക്ക് താഴോട്ട് ഇറങ്ങാട്ടാ. നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങാട്ടാ ഗൈസ്. നമുക്ക് നേരെ ഇറങ്ങട്ടാ. നമ്മൾ നേരെ പയ്യെ വണ്ടി തിരിച്ചങ്ങോട്ട് ഇറങ്ങാട്ടാ ഗൈസ്. ഇതൊരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. എങ്ങനെയെങ്കിലും വളച്ചെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ താഴെ വീഴും ഗൈസ്. പിന്നെ കാലൊടിയും മുറിവൊക്കെ പറ്റും. എന്തായാലും പയ്യെ അങ്ങോട്ട് അങ്ങ് ഇറക്കിയേക്കാം സൂക്ഷിച്ച് ഗൈസ്. ഇതെന്ത് ഗൈസ്, അവിടെ പോലീസ് വണ്ടി കിടക്കുന്നു ഗൈസ്. അവന്മാർ കണ്ടാത്താണ് തോന്നുന്നത്, സീനാവും. എന്തായാലും ലമാർ പറഞ്ഞ ഐഡിയ തന്നെ നമുക്ക് ചെയ്തേക്കാം. നമുക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഗൈസ്. നമ്മൾ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പെയിൻറ്റിങ് ഷോപ്പിൽ പോയി പെയിൻറ്റ് ചേഞ്ച് ചെയ്യണം ഗൈസ്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ട്രിപ്പ് ഓടിയപ്പോൾ നമ്മളായിട്ടുണ്ട്. ഇനി പെയിൻറ്റ് ചേഞ്ച് ചെയ്യണം. സിമിയോണിയുടെ ഗാരേജ് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് പെയിൻറ്റിങ്ങിൻ്റെ ഏരിയ. എന്തായാലും നേരെ നമുക്കൊന്ന് പെയിൻറ്റിങ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോഴത്തേക്ക് സിമിയോണിയുടെ സ്റ്റാഫിന് പെയിൻ്റ് അടിക്കട്ടാ. നമുക്കിവിടെ ആയിട്ടങ്ങ് നിർത്താട്ടാ. അങ്ങനെ നമ്മൾ ഇവിടെ ആയിട്ട് നിർത്തണട്ടാ കേസ്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഫോണിൽ കളർ മാറ്റാൻ പറ്റും. എന്തായാലും നേരെ നമ്മുടെ ഫോൺ എടുത്ത് അങ്ങോട്ട് കളർ മാറ്റാട്ടാ. നമ്മുടെ വേറെ ഒരു വണ്ടിയിൽ ഈ ടെക്നിക്കില്ല. നമ്മുടെ വൈഫിൻ്റെ അച്ഛൻ ഭയങ്കര പണക്കാരനായതുകൊണ്ടാണ് ഈ ടെക്നിക്കുള്ള ബൈക്കൊക്കെ മേടിച്ചു കൊടുത്തത് വൈഫിന്. അതെന്തായാലും നമുക്ക് ഉപകാരപ്പെട്ട്, അതാണ് നമ്മൾ ഈ ബൈക്ക് തന്നെ എടുത്തേട്ടാ. ലമാർ എന്തെങ്കിലും തൊന്തരവ് വർക്കുമായിട്ടാണ് വരുന്നതെന്ന് എനിക്ക് നേരത്തെ അറിയാം. അങ്ങനെ നമുക്ക് കാർ ഷോറൂം മേടിക്കാനുള്ള കാശൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കാർ ഷോറൂമൊക്കെ മേടിച്ച് സെറ്റാവുന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കാണുന്നേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ. ന്യൂസ് ടൈം. ടേക്ക് കെയർ, ബി സേഫ് ആൻഡ്